എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണിക്ക് ആവുന്നേ ഉള്ളൂ. 4:30 4:45 ടൈമാണ്. പക്ഷേ ഇവിടെ നല്ല ഇരുട്ടാണ് കേട്ടോ. നന്നായിട്ട് മഴ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വൈകുന്നേര സമയമാകുമ്പോൾ മഴ വരാനായിട്ട് തുടങ്ങും കേട്ടോ. ഒരു 3 3:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണിയോടുകൂടി ഇരുട്ടാവാനായിട്ട് തുടങ്ങും. മഴ പെയ്യില്ലെന്നൊന്നും അറിയില്ല. പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയില്ലേ, കാലാവസ്ഥ നിരീക്ഷകരുടെ പ്രവചനം പോലെയാണ്. ചിലപ്പോൾ പെയ്തേക്കാം, ചിലപ്പോൾ പെയ്യില്ലായിരിക്കും. ഓക്കെ. അപ്പം എന്താണെങ്കിലും നമ്മളിപ്പോൾ തനുക്കുട്ടീനെ കന്നഡ ക്ലാസ്സിൽ കൊണ്ടാകാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് ചെടികളൊക്കെ പോയി നോക്കാം. ഞാനിവിടെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു നഴ്സറി ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ളവർക്കാണെങ്കിൽ കുറച്ച് എന്താ പറയുക, ഈസി ആയിരിക്കുമല്ലോ. നമ്മൾ ആനന്ദപുരം സർക്കിളിൻ്റെ ആ ഭാഗത്താണ് സിറ്റി കിച്ചൺ ഇല്ലേ, സിറ്റി കിച്ചൺ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് വരുന്ന, അതിൻ്റെ തൊട്ടരികത്ത് തന്നെ കേട്ടോ, 2 ഷോപ്പ് അപ്പുറം വരുന്ന ഒരു ഗാർഡൻ ആണ് കേട്ടോ. ഒരു ചെടികളൊക്കെ വെക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ ഞാൻ പോകുന്നുണ്ട്. എന്തായാലും ഞാൻ പോകുന്നല്ലേ, അപ്പം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം അവിടുത്തെ ചെടികൾ എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ചെടികളുള്ള കടയാണ്. ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ചെടികൾ വന്നുകൊണ്ടേയിരിക്കും. നല്ല ചെടികളാണ്. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ട് എനിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അത്യാവശ്യം ചെറിയ ഡിസ്കൗണ്ടൊക്കെ നമുക്ക് തരാറുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്ക് കൊടുക്കുള്ളായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും അവിടുത്തെ സ്ഥിരം കുറ്റിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് കിട്ടും. അപ്പം ഞാൻ ഇന്ന് അവിടെ ഒന്ന് കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ ചെടികളുടെ പിന്നാലെ നടക്കാം എന്നുള്ളൊരു തോട്ടാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടിയും ചെടികളൊക്കെ വാങ്ങണം, കുറച്ചും കൂടിയും ഗാർഡൻ വലുതാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. മനസ്സിൽ അങ്ങനെ തോന്നുന്നു. കുറച്ച് നാളുകളായിട്ട് ഞാൻ ചെടികളെയൊന്നും വാങ്ങിക്കാറ് തന്നെയില്ല. കഴിഞ്ഞ 1 വർഷം ഞാൻ ചെടികളെ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് എന്താണ് പറ്റിയെന്ന് തന്നെ അറിഞ്ഞൂടാ. ഞാൻ എന്താ പറയുക, ചാനലൊക്കെ വെച്ചിട്ടേ എനിക്കങ്ങനെ ചെടി നോക്കാൻ നേരമൊന്നുമില്ലായിരുന്നു കേട്ടോ. എനിക്കപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. കുറേ കൂടി ചെടികൾ വാങ്ങിക്കണം, കുറച്ചും കൂടി ഗാർഡൻ വലുതാക്കണം, കുറച്ചും കൂടി പൂക്കൾ വേണം എന്നൊക്കെയുള്ള ഒരു തോന്നലാണ്. കുറച്ചും കൂടി ഇൻഡോർ പ്ലാന്റ്സ് ഇവിടേക്ക് ആഡ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്ട് പോകുമ്പോഴാണ് എനിക്ക് നല്ല ചെടികൾ കിട്ടാറുള്ളത്. അത് കാരണം കൊണ്ട് വേഗം പോവാം. മഴയും വരുന്നുണ്ട്. നമുക്ക് തനുക്കുട്ടീനെ ആക്കിയിട്ട് വേഗം ഗാർഡനിലേക്ക് ഒന്ന് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നഴ്സറിയുടെ പേര്, ആനന്ദ് നഴ്സറി ആൻഡ് ഫാം എന്ന് കേട്ടോ. അപ്പോൾ ഇത് അനന്തപുരം സർക്കിൾ കഴിഞ്ഞ് മുന്നോട്ട് പോരുമ്പോൾ സിറ്റി കിച്ചൺ കാണും. അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് കേട്ടോ. നല്ല ചെടികളാണ്. ഞാൻ ഇന്ന് വന്നപ്പോൾ പുതിയ കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ പുതിയത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കണ്ട ചെടി ഞാൻ 2ാമത് കാണാറില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ചെടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഔട്ട്ഡോറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. ഇന്നും ഞാൻ കുറച്ച് ഇൻഡോറും നോക്കാം. പിന്നെ എൻ്റെ ലാസ്റ്റ് സമ്മറിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ചെടിയൊക്കെ നശിച്ചു പോകുന്നത്. കാരണം ഞാൻ സമ്മറിൽ 1 മാസം വീട്ടിൽ പോയി നിന്നപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് ചെടികൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ, അതിൻ്റെ ഒരു കുറവ് കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ചെടികൾ നമ്മുടെ ഗാർഡനിലേക്ക് ആഡ് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് വരുമായിരുന്നു. എനിക്ക് പൂക്കളുള്ള ചെടികളും വേണമായിരുന്നു, അല്ലാതെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാനും പറ്റിയിട്ടുള്ള ചെടികളും വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതൊക്കെ തപ്പിത്തെരഞ്ഞ് ഞാൻ കുറച്ച് ചെടികൾ വാങ്ങിച്ചു കേട്ടോ. വില പിന്നെ ഓരോ ചെടിക്കും ഡിഫറെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നല്ല ചെടികൾ കിട്ടണമെങ്കിൽ ഈ നഴ്സറിയിൽ വന്നോളൂ കേട്ടോ. അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ ഞാൻ പോയി വന്നു കേട്ടോ. എനിക്ക് കുറേ നേരമൊന്നും ഇല്ല. മഴ പെയ്യോ എന്നുള്ള ടെൻഷനായിരുന്നു. കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നല്ല പ്ലാന്റ്സ് ആണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. ഞാൻ വാങ്ങിച്ച ചെടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് പെട്ടെന്ന് കാണിച്ചു തരാം. ഇപ്പം ഇന്ന് അതിനെ തിരിച്ച് പ്ലാന്റ് ചെയ്യാൻ നമ്മുടെ വലിയ പോട്ടിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇപ്പം മഴ പെയ്യും, അതുപോലെയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ പെട്ടെന്ന് ചെടികൾ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഒരു ചെടി ഞാനിപ്പം വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ബേർഡ് നെസ്റ്റ് എന്നോ അങ്ങനെ എന്താണ്ടാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ വലുതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബേർഡ് നെസ്റ്റ് എന്ന് തന്നെയാണ് പേരെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഓർമ്മയിൽ അതാണ്. കണ്ടോ, ഇങ്ങനെ നെസ്റ്റ് പോലെയില്ലേ, കൂട് പോലെയില്ലേ ഇതിൻ്റെ ഉൾഭാഗം കാണാൻ. അതുകൊണ്ടാണ് ഇതിനങ്ങനെ പേര് വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഒരുപാട് വലുതാവുന്ന ചെടിയാണ്. നമ്മൾ വയ്ക്കുന്ന പോട്ടിനനുസരിച്ചിരിക്കും. ഇത് ഇപ്പം എനിക്കിപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആണെന്നും പറഞ്ഞിട്ടാണ് തന്നത്. എന്നാൽ ഇത് വെയിലത്തൊക്കെ ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു ഊഹം. എന്തായാലും യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് 250 രൂപയാണ് വില പറഞ്ഞത്. അത്രയ്ക്കൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ 200 രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ.
നഷ്ടമാണോ ലാഭമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞോളാം. ചെടികളുടെ കാര്യത്തിൽ ഞാൻ വലിയ മൽപ്പിടുത്തത്തിന് പോവാറില്ല. പിന്നെ അവരും ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ, ജീവിക്കട്ടെ. അപ്പം അത് കാരണം കൊണ്ട് ചെറിയ ഒരു രീതിയിലുള്ള ഡിസ്കൗണ്ടൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വലിയ പിടുത്തത്തിന് ഞാൻ പോവാറില്ല. കാശ് അധികമായിട്ടൊന്നും കാശിൻ്റെ തളപ്പാണെന്നൊന്നും വിചാരിക്കരുത്. അവരും ബിസിനസ് ചെയ്തിട്ട് ഇങ്ങനെ ചെടികളൊക്കെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. അന്യ നാട്ടിൽ വന്നിട്ട് കഷ്ടപ്പെടുന്ന എന്തിനാ? എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ കഷ്ടപ്പെടുന്നത്. അപ്പം അത് കാരണം കൊണ്ട് കുറച്ചൊക്കെ ഈ എന്താ പറയുക, അതായത് ഞാൻ ഉദ്ദേശിച്ചത് അവരിവിടെ വന്ന് ജീവിക്കണത് അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ അന്യ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പം അവരെ നമ്മൾ പിന്നെയും അവരെ ഊറ്റി നമ്മൾ ജീവിക്കാനായിട്ട് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എനിക്ക് തന്ന ഡിസ്കൗണ്ട് വാങ്ങിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പം ഇതാണ് ഒരു ചെടി. പിന്നെ ഞാൻ ഇൻഡോറിലേക്ക് വാങ്ങിച്ചത് ഈ ഒരു പ്ലാന്റ് ആണ്. കാണാൻ നല്ല രസമുണ്ട്, നല്ല തിക്കായിട്ടുള്ള ഇലകളൊക്കെയാണ്. കേടെന്തോ ചെറുതായിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പം അത്ര ശ്രദ്ധിച്ചില്ല. എന്താണെങ്കിലും ഇതിലൊരു 2-3 കടയുണ്ട്, അതുകൊണ്ട് 2 സെപ്പറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കണം. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇൻഡോർ ആണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, ഇൻഡോർ പ്ലാന്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനും 250 തന്നെയാണ് പറഞ്ഞത്, 200 രൂപയ്ക്കാണ് തന്നത് കേട്ടോ. അടുത്തത് വന്ന് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് എപ്പോഴും നമുക്ക് പൂ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ. എപ്പോഴും നമുക്ക് പൂ തരും. ഇതിൻ്റെ 3-4 കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ക്ഷീണത്തിലാണ്. അത് കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 120 ഇത് ഞാൻ പണ്ട്, അതായത് 1 വർഷം മുന്നേ കഴിഞ്ഞ ഇവിടെ ഫ്ലവർ ഷോ നടക്കുമല്ലോ, അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് 150, 170 ഒക്കെ പറഞ്ഞു. പക്ഷേ ഇവൻ എനിക്ക് 100 രൂപയ്ക്കാണ് തന്നത് കേട്ടോ. 120 പറഞ്ഞു, 150 പറഞ്ഞു. ഞാൻ എന്ന് ചോദിച്ചപ്പോൾ ശരി 100 മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഈ പ്ലാന്റ് കിട്ടിയത്. പിന്നെ ഈ ഒരു ചെടി കേട്ടോ, ഇതിലൊരു 4 എണ്ണം ഉണ്ട്, 4 ചെടി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജമന്തി പറയുന്ന ചെടി. അതിൻ്റെ 2-3 കളറുണ്ട്. ഇപ്പം അങ്ങനെ പൂവ് ഉണ്ടാവുന്നില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഇനി അതിൻ്റെ കാലം കഴിഞ്ഞു എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പൂ ഇടുന്നേ ഇല്ല. പൂ ഇട്ടാൽ തന്നെയും കരിഞ്ഞു പോക്കിയാണ് കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ചെടിയൊന്ന് മാറ്റിയേക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. വൈറ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്, എന്നിട്ട് നമുക്ക് വേറെയും പോയി വാങ്ങിക്കാം. വേറെ ഒരുപാട് കളറുണ്ട്. അപ്പം ഞാൻ ആദ്യം വൈറ്റാണ് വാങ്ങിച്ചത് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഇത് ഞാൻ മേലെ കൊണ്ടുവച്ചു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത് വന്നത് കേട്ടോ. ഇവിടെ കുറച്ചുകൂടി വെളിച്ചുണ്ട് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ചെമ്പരത്തിയാണ്. അതായത് ഈ ഉണ്ട ചെമ്പരത്തി എന്ന് പറയില്ലേ, ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച അടുക്കുകളായിട്ട് ഇതളുകൾ വരുന്ന ടൈപ്പിലുള്ള ചെമ്പരത്തി. ഇത് ഒരു മുട്ട് വിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇതിന് 60 രൂപയോ 60-70 അങ്ങോട്ടാണ്, ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. എന്താ ഇല ചൂരലെന്നേ, ചിലപ്പോൾ പുഴു വരും. ഓക്കെ, ഈ ഒരു ചെമ്പരത്തി വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് ഇത് ഓറഞ്ചും അല്ല മഞ്ഞയ്ക്കകത്ത് ഓറഞ്ചോ ഓറഞ്ചിനകത്ത് മഞ്ഞോ അങ്ങനെ എന്താണ്ട് കളറിലുള്ള ചെമ്പരത്തിയാണ് കേട്ടോ. പൂവുണ്ടായിരുന്നു, വരുന്ന വഴിക്ക് പൊട്ടിപ്പോയതാ കേട്ടോ. ഞാൻ കണ്ട പൂവാണ് കേട്ടോ. മറന്നു, കളറ് മറന്നു, ധൃതിക്കകത്ത് കളർ മറന്നു. ഇങ്ങനെ കുറച്ച് ചെടികളാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഈ ഗാർഡൻ പറയാൻ കാരണം കണ്ടോ, ഇന്നാൾ വാങ്ങിച്ച ചെടിയാണ് കേട്ടോ. ഇത് എന്ത് രസമായിട്ടാണ് പൂക്കൾ വന്നിരിക്കണമെന്ന് നോക്കിക്കേ. നല്ല ഹെൽത്തി പ്ലാന്റ്, ഒരുപാട് പൂക്കളുണ്ട് ഇപ്പം ഇതിൽ. ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. യെല്ലോ കളറ് ഉള്ള ജമന്തി. ഇതിനും 60-70 രൂപ റേഞ്ചിലാണ് എനിക്ക് വിറ്റത് കേട്ടോ. കണ്ടോ, നല്ല രസമുള്ള പ്ലാന്റ് അല്ലേ. ഇതൊക്കെ നമുക്ക് പോട്ടിങ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ പരിപാടികൾ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ദിവസം അതിനായിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ കണ്ടല്ലോ. നിങ്ങൾക്ക് ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടിപ്രാന്ത് കാരണം കൊണ്ട് കുറേ പൈസ അങ്ങനെ കളയും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം അതാണ് കേട്ടോ. അതുകൊണ്ടാണ് ചെടികൾ വാങ്ങിക്കുന്നത്. വാങ്ങുക മാത്രമല്ല, ഞാൻ നന്നായിട്ട് ചെടികൾ നോക്കുകയും ചെയ്യും. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ള ചെടികളുണ്ട്. ഇതുവരെയ്ക്ക് അങ്ങനെ കേടുവരുത്തി കളയുക അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്നതിനും കൂടുതൽ ഞാൻ നന്നായിട്ട്, എന്നെ നോക്കുന്നതിനെ കഴിഞ്ഞ് നന്നായിട്ട് ഞാൻ ചെടികൾ നോക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങുന്നത്. പിന്നെ നമ്മൾ സമ്പാദിക്കുന്ന പൈസയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാമല്ലോ. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് പൈസ തായോ അത് തായോ ഇത് തായോ എന്ന് ചോദിച്ച് എരന്നിട്ടല്ലല്ലോ നമ്മൾ മേടിക്കുന്നത്.
നമ്മൾ അധ്വാനിച്ച പൈസ നമ്മുടെ കയ്യിലുണ്ട്, അതിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം അതൊരു പേഴ്സണൽ സന്തോഷമാണ്. എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ചിലർ കുറേ ഡ്രസ്സ് എടുത്ത് കൂട്ടും, ചിലർ ഓർണമെന്റ്സ് വാങ്ങിക്കും, ചിലർ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കും, ചിലർ ഇതുപോലെ ചെടികളും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ ചെടികളൊക്കെ വാങ്ങിച്ചു കൂട്ടും. ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പം എന്താണെങ്കിലും ഇപ്പം നമുക്ക് പോകേണ്ട സമയമായി. ഞങ്ങൾ ഹോം സെൻറ്റർ വരെ ഒന്ന് പോവാണ്. അപ്പോൾ ഹോം സെൻറ്ററിൽ പോയിട്ട് എനിക്ക് 1-2 ഐറ്റംസ് വാങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഇന്ന് വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പോയതായിരുന്നു, പക്ഷെ എനിക്ക് വിചാരിച്ച സാധനം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഇന്ന് പോവാമെന്ന് ചെറുത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഒരു സിനിമയും കൂടി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി നടക്കുമെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മൾ ഹോം സെൻറ്ററിൽ കിടന്ന് ഓടി നടക്കേണ്ടി വരും സാധനം വാങ്ങിച്ചിട്ട്. എനിക്ക് പതുക്കെ പോയി പതുക്കെ സാധനങ്ങൾ കണ്ട് വാങ്ങിക്കുന്നതൊക്കെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ അത് നടക്കോ ഇല്ലേ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും സാധനം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സാധനമെങ്കിലും അറ്റ്ലീസ്റ്റ് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേഗം ഒരുങ്ങാം. തനുക്കുട്ടീനെ പോയി വിളിക്കണം. ഒരു 6 മണി 6:15 ആകുമ്പോൾ പോയി വിളിക്കണം. ആ ഒരു സമയത്ത് ഇറങ്ങാമെന്നാണ് ശരത്തേടൻ പറഞ്ഞിരിക്കുന്നത്. 6:30 ആ സമയത്ത് ഇറങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 6:30 7 o'clock ഉള്ളിൽ ഇറങ്ങിയാൽ മതി. വേഗം പോയിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. വിളക്ക് വെക്കണം, അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. ചില നേരത്തുണ്ടല്ലോ ഈ ആകാശം കാണാൻ മനുഷ്യരുടെ മനസ്സ് പോലെയാണല്ലേ. അങ്ങ് മൂടിക്കെട്ടിയൊക്കെ നിൽക്കും. ഒന്ന് പെയ്ത് തീരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പൂ പൊട്ടിക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മുടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം ഞാൻ വിളക്കൊക്കെ വയ്ക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശംഖുപുഷ്പം, പിന്നെ ചെമ്പരത്തി, റോസ്, ഇതൊക്കെയാണ് ഞാൻ പൊട്ടിക്കാറ്. പിന്നെ തുളസിക്കുള്ള കാരണം കൊണ്ട് അതൊക്കെയും കുറേശ്ശെ നുള്ളിയെടുക്കും കേട്ടോ. പിന്നെ ഈ പൂക്കളൊന്നും അടുത്ത ദിവസത്തേക്ക് വെച്ചിട്ടും കാര്യമില്ല. ഒറ്റ ദിവസത്തെ ആയുസല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അതങ്ങ് എന്താ പറയുക, കൊഴിഞ്ഞു പോവും. അപ്പോൾ അതിലും ഭേദം നമുക്ക് വൈകുന്നേരം ഭഗവാൻ വെച്ച് കൊടുത്ത് അത്രയും നല്ലതല്ലേ എന്നാണ് ഞാൻ കരുതാറ്. അല്ലാതെ എനിക്ക് പൂക്കൾ പൊട്ടിക്കണതിനൊന്നും അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ ഭഗവാനെ വെക്കാനായ കാരണം കൊണ്ട് ഞാൻ പൊട്ടിക്കും. ഞാനപ്പോൾ പൂജാ റൂമിലേക്ക് വന്നു കേട്ടോ. ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് കഴുകി, മുഖമൊക്കെ കഴുകി. ഉച്ച കഴിഞ്ഞിട്ടാണ് കുളിച്ചത്. അത് കാരണം കൊണ്ട് പിന്നെ ഇനിയൊരു കുളി ഇപ്പം ഉണ്ടാവില്ല. അപ്പം അത് കാരണം കൊണ്ട് വിളക്ക് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് പൂ നമ്മുടെ തോട്ടത്തിൽ നിന്നും പൊട്ടിച്ചതുണ്ട്. പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ എന്താ പറയുക, ഞാൻ വാങ്ങിച്ച പൂക്കളും ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വാങ്ങിച്ച പൂവേ കുറച്ച് ദിവസമായിട്ട് മഴ കാരണം കൊണ്ട് പൂവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുറത്തുനിന്ന് പൂവ് മേടിച്ചിരുന്നു കേട്ടോ. ഒരു 10, 20 രൂപ, 30 രൂപ കൊടുത്താൽ ഇതുപോലെ ഒരു കിറ്റ് പൂവ് കിട്ടും. അപ്പം അത് ഉപയോഗിക്കും പൂവില്ലാത്ത സമയത്ത് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ എങ്ങനെ കണ്ടോ, ഭഗവാൻ വെച്ച് ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ പൂവാണ് കേട്ടോ. കണ്ടോ, റോസപ്പൂവൊക്കെ നമ്മുടെ അവിടെ ഉണ്ടായതാ. അപ്പം ഇതൊക്കെ എങ്ങനെ എടുത്തു മാറ്റും. പഴയ പൂക്കളൊന്നും വെക്കില്ല നമ്മൾ കേട്ടോ. പിന്നെ ഇത് കണ്ടോ, എൻ്റെ മക്കള് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒന്ന് വിളക്ക് വെക്കട്ടെ അമ്മേന്ന് ചോദിച്ചു. ഞാൻ ഓ യെസ് വെച്ചോളാൻ പറഞ്ഞു. അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. എത്ര എണ്ണ ഒഴിച്ചേ, താഴെയൊക്കെ കളഞ്ഞിരിക്കുന്നു. എന്താ കാണിച്ചു വെച്ചാൽ രാവിലെ അവർ കുറച്ച് പൂ പൊട്ടിച്ചിട്ട് ഇതിനകത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പൊ അതിൻ്റെയൊക്കെയാണ് ഈ കാണുന്നത്. എണ്ണയിൽ മുങ്ങി കുളിച്ചിട്ടാണ് നമ്മുടെ വിളക്കിരിക്കുന്നത്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കും കൂടി ചെയ്തത് കേട്ടോ. ഈശ്വരോ, എന്താ വിളക്കിന്റെ കോലം. അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഇതിനിപ്പോ വൃത്തിയാക്കണമെങ്കിൽ ഇത് കഴുകുക തന്നെ വേണം, അല്ലാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി ആക്കി വെച്ചിട്ടുണ്ട്. മേലാക്ക ഞാൻ രാവിലെ വിളക്ക് വയ്ക്കാൻ സമ്മതിക്കില്ല. നോക്കി കാണിച്ചു വെച്ചിരിക്കുന്ന ചെയ്ത്ത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ കുട്ടികളല്ലേ, നമ്മൾ പറഞ്ഞിട്ട് അല്ലേ. പിക്കുവാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടിയും ശ്രദ്ധിച്ചൊക്കെ ചെയ്യും. തനുക്കുട്ടിയാണെങ്കിൽ എണ്ണയൊക്കെ കളയുന്ന ആള് കേട്ടോ. അവളായിരുന്നു ഇന്ന് രാവിലെ വെച്ചത്. രണ്ടുപേരും തമ്മിൽ ഞാൻ വയ്ക്കാം, നീ വയ്ക്കാം, നീ വയ്ക്കാം, ഞാൻ വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ അടി നടക്കുന്നുണ്ടായിരുന്നു. ഒടുക്കം ആരാ വെച്ചതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മളൊരു കാലത്തെ തിരക്കിന്റെ കളിയാണ്. അതിന്റെ പരിണിത ഫലമാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് ആദ്യം ഇത് വൃത്തിയാക്കട്ടെ കേട്ടോ. ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് ആദ്യം ഇത് കളഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോയി കഴുകാം. നമ്മുടെ പൂജാ റൂമും ക്ലീൻ ചെയ്യാറൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് ദിവസമായി ചെയ്തിട്ട്, 2 ആഴ്ചയോളായിട്ട് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ പീരീഡ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊന്നും നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 2 ആഴ്ചയായിട്ടോ ഞാനിത് ചെയ്തിട്ട്. കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, സമയമുണ്ട്. പൂജാ റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടാം കേട്ടോ. പിന്നെ ഞാൻ തിങ്കളാഴ്ച വ്രതം ഒക്കെ എടുക്കും. നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെയ്യാറുണ്ട്. തിങ്കളാഴ്ച വ്രതം അല്ലേ, നമ്മുടെ ഹസ്ബൻഡിന്
ആയുസ് ആരോഗ്യമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ അതെന്ന് വിചാരിച്ചിട്ടല്ല, എങ്ങനെയാണെങ്കിലും വീക്കിലി ഒരു ദിവസം നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. കുറച്ച് ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഒരു ദിവസം ഉപവാസം എടുക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പം അതൊരു എന്താ പറയുക, നമ്മുടെ സ്വന്തം ആൾക്ക് വേണ്ടിയിട്ടാകുമ്പോൾ അത് കുറച്ചും കൂടി നല്ലതല്ലേ. അപ്പം അതുപോലെ തിങ്കളാഴ്ച വ്രതം എടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ വ്ളോഗ് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇതുവരെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഇതൊക്കെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ ഇനി അത് അറിയാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ സാധാരണ രീതിയിൽ എങ്ങനെ എടുക്കുക എന്നുള്ളത് എനിക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ ഒരു വ്ളോഗായിട്ട്. നമുക്ക് പൂജാ റൂം ക്ലീൻ ചെയ്യണോട് കൂടിയിട്ട് അതും കൂടി ഞാനൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആ സമയമാകുമ്പോൾ ഇങ്ങനെ പൂജാ റൂം മൊത്തത്തിലൊന്ന് ക്ലീനൊക്കെ ചെയ്യും കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു ഭാഗം മാത്രം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വിളക്കൊക്കെ കഴുകി ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് വേണമെങ്കിൽ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലല്ലേ അങ്ങനത്തെയൊക്കെ വീഡിയോസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. നല്ല കാര്യമാണ്. കുറച്ച് എന്താ പറയുക, എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് നാടൻ, കുറച്ച് മോഡേൺ, കുറച്ച് അങ്ങനത്തെ ഒരു മിക്സ്, സങ്കര ഇനം എന്ന് പറയില്ലേ, അതാണ് ഞാൻ. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ വിശ്വാസമുണ്ട്. അത് കാരണം കൊണ്ടാണ് കേട്ടോ. വിശ്വാസമാണല്ലോ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ, ഞാൻ ചെയ്യാം. ഓക്കെ, തൽക്കാലം നമുക്ക് വിളക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ വിളക്കിൽ തിരി കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നെയ്യ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്യ് ഒഴിച്ച് കത്തിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചീത്ത എണ്ണ വാങ്ങിക്കാണ്ട് നല്ല എണ്ണ വാങ്ങിച്ച് തന്നെ തിരി തെളിയിക്കണം കേട്ടോ. അതൊക്കെയാണ് ഒരു ഐശ്വര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ തീപ്പെട്ടി ഡയറക്റ്റ് നമ്മൾ തിരിയിൽ കൊളുത്തി വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് ഇപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ആണ് അറിഞ്ഞത്. എനിക്ക് അറിയില്ലായിരുന്നു. നമ്മളൊരു ചെറിയ കയ്യിൽ പിടിക്കുന്ന ഒരു വിളക്കില്ലേ, ചെറുത്, അത് വാങ്ങിച്ചിട്ട് അതിൽ ആദ്യം തിരി തെളിയിച്ചിട്ട് പിന്നെ വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഇനി തൊട്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇല്ല, അത് വാങ്ങണം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത്ര. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓരോന്നും ഇങ്ങനെ ലേൺ ചെയ്യാൻ തുടങ്ങിയത് കല്യാണത്തിനൊക്കെ ശേഷമാണ് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഈ ചുറ്റിനും പൂടുന്നതൊക്കെ, അതായത് വിളക്കിൻ്റെ ആ പാത്രത്തിൽ വേണം നമ്മൾ വെക്കാൻ, എന്നിട്ട് അതിന് ചുറ്റും പൂടുന്നതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വേഗമായിരുന്നു ഡ്രസ്സ് മാറിയതും പുറപ്പെട്ടതും ഒക്കെ. വീഡിയോ എടുക്കാനൊന്നും എനിക്ക് നേരം കിട്ടിയില്ല. ഞങ്ങൾ ഹോം സെൻറ്ററിലേക്ക് ഓടിച്ചാടി വന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ച് വന്ന സാധനത്തിൻ്റെ അടുത്തേക്കാണ് ആദ്യം ഞങ്ങൾ പോയത്. കാരണം അത് റീസ്റ്റോക്ക് ഇരിക്കുന്നുണ്ടെങ്കിലല്ലേ ഇതിൽ കിടന്ന് കറങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അന്ന് കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇതാണ് ഞാൻ തപ്പി വന്നത്. ഇതിൻ്റെ ടീ, കോഫി, ഷുഗർ എന്ന് പറയുന്ന പാത്രമല്ലേ, സെറാമിക് പോലത്തെയാണ്. അതിന് എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ അവിടെ സെയിൽസിന് നിൽക്കുന്ന ആൾ. അപ്പോൾ ഞാൻ ഒന്ന് കമ്പയർ ചെയ്തിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ ഇത് തന്നെയാണ് അയാളുടെയും സജഷനായിരുന്നേ. അപ്പോൾ പിന്നെ ശരി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വീണ്ടും പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. എന്തായാലും വന്നതല്ലേ, നിങ്ങൾക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചു. നല്ല നല്ല സെറ്റുകൾ നമുക്ക് വീട്ടിൽ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ, പിന്നെ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരുപാട് പുതിയ കളക്ഷനിലുള്ള പാത്രങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഈ പറഞ്ഞ പോലെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ നോക്കി വരാനായിട്ട്. എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുറേ നോക്കിയിട്ടൊക്കെ മേടിക്കുള്ളൂ കേട്ടോ. അത്ര പെട്ടെന്നൊന്നും വാങ്ങിക്കില്ല. ഇത് കണ്ടോ, നമ്മൾ എന്താ പറയുക, രാജകീയ പ്രൗഢിയുള്ള പാത്രങ്ങളല്ലേ. അപ്പോൾ ഞാൻ ഈ 3 എടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് കേട്ടോ. അങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള ഗ്ലാസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ഐക്യയിൽ പോയപ്പോൾ ഒരു ബ്ലൂ കളർ മേടിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചില്ലിൻ്റെ തന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന കുപ്പികളില്ലേ, അതൊക്കെ ഒന്ന് വന്ന് നോക്കുമായിരുന്നു. എനിക്ക് സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുമെന്ന് അറിയാൻ. അപ്പം നോക്കിയപ്പോഴത്തേക്കും ലിഡ് ഈ പറഞ്ഞ പോലെ മുളേൻ്റെ ഇല്ലേ, ബാമ്പൂവിൻ്റെ ലിഡാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല. പിന്നെ കുറച്ച് പാനൊക്കെ നോക്കി. അപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച സൈസ് ആയിരുന്നില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ ഇങ്ങനെ കുറേ ടവലുകളും പിന്നെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ പുതിയത് ഇവർ സ്റ്റോക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ വരുമ്പോൾ ഒന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി
കൂടി ഗംഭീരമായിട്ടുണ്ടായിരുന്നു ഇത്തവണ ചെന്നപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ നോക്കി, ഇപ്പോൾ ഈ പാത്രം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോട്ടിട്ടതാണ്, ഇത്തവണയും നോക്കി വാങ്ങിക്കാനുള്ള സമയമില്ല. ഇനി എന്തായാലും ഒരു ദിവസം ഹോം സെൻറ്ററിലേക്ക് മാത്രമായിട്ട് ഇറങ്ങണമെന്ന് ഞാൻ ശരത്തേനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ധൃതിയിലാണ് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചത്. കൂട്ടത്തിൽ ഞാനിങ്ങനെ നടക്കണേൻ്റെ ഇടയിൽ കൂടെ ശരത്തേട്ടൻ ബില്ലടിക്കാൻ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് വീഡിയോ കവർ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ആരെങ്കിലും ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ഇന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ. എന്നാണെങ്കിലും ഐക്യേനെ കഴിഞ്ഞും കൂടുതൽ കിച്ചൺ ആൻഡ് ഇങ്ങനത്തെ സാധനങ്ങളില്ലേ, വീട്ടിൽ ഷോക്കൊക്കെ വയ്ക്കുന്നത്, ഇതൊക്കെ ഇവിടെ ഇപ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് കൂടുതലുള്ള പോലെ തോന്നി കേട്ടോ. അപ്പോൾ പുതിയ വീട് വെച്ചവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം എന്നുള്ളവർക്ക് പെട്ടെന്ന് അടുത്ത് കെയർപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് അടുത്ത് ഓടി വരാൻ പറ്റുന്നത് ഫീനിക്സ് മാളിലെ ഈ ഒരു ഹോം സെൻറ്ററിലേക്ക് തന്നെയാണ് കേട്ടോ. ചില സാധനങ്ങൾക്ക് അത്യാവശ്യം വിലയുണ്ട്, എന്നാൽ പോലും നമ്മളിപ്പോൾ എല്ലാം ഒന്നിച്ച് വാങ്ങിക്കില്ലല്ലോ, കുറച്ചായിട്ട് വാങ്ങിക്കില്ലേ, മിക്കവരും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് കേട്ടോ, നമ്മുടെ ഹോം സെൻറ്റർ. അപ്പോൾ എനിക്ക് ഹോം സെൻറ്ററും ഇഷ്ടമാണ്, ഐക്യു ഇഷ്ടമാണ്. രണ്ടിനും രണ്ട് തരത്തിലുള്ള സാധനങ്ങളാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്തോ, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു വിലയുടെ കമ്പാരിസൺ നടത്തിയാൽ പോലും ഏകദേശമൊക്കെ ഒരുപോലെയാണ്. ഹോം സെൻറ്ററിൽ ഇത്തിരിയും കൂടി റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. എന്നാൽ ഐക്യയിൽ ഇത്രയധികം കളക്ഷൻ ഇത്തവണ ഞാൻ പോയപ്പോൾ കണ്ടുമില്ല കേട്ടോ. അതിപ്പോൾ അവിടെ സെയിൽ നടന്നുകൊണ്ടാണോ എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഹോം സെൻറ്ററിൽ നല്ല അടിപൊളി സാധനങ്ങൾ ഒരുപാട് കളക്ഷൻ ഇത്തവണ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് കണ്ടാലും നമുക്ക് എങ്ങനെ എടുക്കണം തോന്നുന്ന തരത്തിലൊരു എന്താ ടെംപ്റ്റേഷൻ വരിക എന്ന് പറയില്ലേ, അതുപോലെ ഇരിക്കുന്നു കേട്ടോ. ഈ ഒരു ലോട്ടസിൻ്റെ പാത്രമൊക്കെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തപ്പിത്തെരഞ്ഞ് ഞാനൊരു മണമുള്ള ക്യാൻഡിൽ ഉണ്ടാവില്ലേ, അത് നോക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും സെയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ട അതേപോലെ തന്നെ ഇവിടെയും സെയിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ 30% ഒക്കെ ഉള്ളൂ കേട്ടോ ഫർണിച്ചറിനും കാര്യങ്ങൾക്കൊക്കെ. എന്നാലും കുഴപ്പമില്ല, ഞാനിവിടുന്ന് ഫർണിച്ചറൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളാണെങ്കിലൊക്കെ നല്ലതായിരുന്നു കേട്ടോ. എനിക്കിതുവരെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഹോം സെൻറ്ററിൽ ഇത്രയധികം സാധനങ്ങൾ വന്നിട്ട് ഞങ്ങൾ കണ്ടോ വേഗം ചാടി ഓടി തുള്ളിയിട്ടാണ് പോകുന്നത്. തിരക്കുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സിനിമയ്ക്ക് കയറണേ. അതിന് മുന്നേ ഞങ്ങൾ മാക്സിലൊന്ന് കയറി നിരക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് ഒരു പാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ എനിക്കും കൂടിയും അതിലൊരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരെണ്ണം വേറെ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ എൻ്റെ സൈസ് ഇല്ലായിരുന്നു, എനിക്ക് മീഡിയമാണ് സൈസ് കേട്ടോ. പക്ഷേ എൻ്റെ ഇല്ലായിരുന്നു, ലാർജും എക്സലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വന്നത് വെറുതെ ആയി പോയി. കഴിഞ്ഞ പ്രാവശ്യം ഒരു ബാഗ് ഇവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇത്തവണ വന്നപ്പോഴത്തേക്കും അതും കാണാനില്ല. വല്ലാത്തൊരു ജന്മം എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഉണ്ടായിരുന്ന ഷർട്ട്സാണ്. ചെറുപ്പം പിള്ളേർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമല്ലേ ഇങ്ങനത്തെയൊക്കെ പുതിയ മോഡലൊക്കെ ഇട്ട് നടക്കുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പിള്ളേരൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് നടക്കുന്നത് കാണാൻ. പിക്കുമോൻ ഇത്തിരി കൂടി വലുതായിരുന്നെങ്കിൽ ഞാനിത് വാങ്ങിച്ചു നോക്കിയേനെ. അവനിപ്പോൾ ചെറുതല്ലേ, അവൻ്റെ സൈസിൽ ഇത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് കറങ്ങി നേരെ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു. ഒന്ന് എവിടെയെങ്കിലും 1-2 പാൻസ് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെയും ഇല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന കളറ് ഇല്ല. ഒരു ബിസ്ക്കറ്റ് കളറാണ് എനിക്ക് വേണ്ടിയിരുന്നത്, അതില്ലായിരുന്നു. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ എന്തന്വേഷിച്ച് വന്നോ ആ സാധനം നമുക്ക് കിട്ടില്ല. അല്ലാത്തത് മുഴുവൻ ആ കടയ്ക്കകത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ തപ്പിത്തെരഞ്ഞ് വന്നതാണ്. ഇതൊന്നും ചിലവായില്ല എന്ന് തോന്നുന്നു. ഞാൻ ഒരാഴ്ച മുന്നേ വന്നപ്പോഴും ഇതൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സെയിലൊന്നും ഇല്ലയെന്ന്. ചുമ്മാ അങ്ങനെ കുറേ ഡ്രസ്സും ബാഗുകളും ഇതൊക്കെ ഇരിക്കുന്നത് കണ്ടു. ഇന്ന് ഇവിടെ നോക്കാമെന്ന് വെച്ചപ്പോൾ ഇവിടെയും ആ ഒരു ബാഗില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കളറും ഇല്ല. ഞാൻ മാക്സിൽ നോക്കിയായിരുന്നു കേട്ടോ, എനിക്കൊരു വൈറ്റ് കളറിലുള്ള ബാഗ് വേണമായിരുന്നു. അതാണ് ഞാൻ ഈ തപ്പുന്നത്. പേഴ്സിനകത്തുണ്ടായിരുന്നു, ബാഗിനകത്തില്ല കേട്ടോ. നിരാശ തന്നെ ഫലം. അങ്ങനെ ഞങ്ങൾ വേഗം പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെ ഒരു 1/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ് കേട്ടോ. ചെറപറാന്നായിരുന്നു ഞാൻ മാക്സിലും ലൈഫ് സ്റ്റൈലും കയറി ഇറങ്ങിയത്. തപ്പിത്തെരഞ്ഞ് സാറയിൽ കയറി നോക്കിയപ്പോൾ അവിടെയും ഇല്ല. അവിടെ എക്കത്തിന് ഭയങ്കര റേറ്റൊക്കെ കാണിക്കുന്നത്. എനിക്ക് അങ്ങ് സങ്കടം വന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സെയിലൊക്കെ ഉണ്ടായിരുന്നു, ഇത്തവണ ഒന്നുമില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ എക്സിബിഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ അന്ന് വന്നപ്പോഴത്തേക്കും ചെറിയ തിരക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്ന് വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സിനിമയുടെ ടൈം ആവണ വരെ ഞങ്ങൾ ഇവിടെ തന്നെ കറങ്ങി നിൽക്കുമായിരുന്നു. ഈ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഒരുപാട് കണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ, എനിക്ക് ഈ കമ്മലൊക്കെ അല്ലേ വേണ്ടോ, അതൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു. ഈ പ്ലേറ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് നോട്ടിട്ട് വെച്ചിട്ടുള്ള സാധനമാണ്. പക്ഷേ
ഭയങ്കര റേറ്റ് 1500 പറയുന്നത് ഒരു പ്ലേറ്റിന്. അത് മുതലാവുന്നതല്ല, എനിക്കങ്ങനെ തോന്നി. ഇതും അതെ, ഭയങ്കര റേറ്റഡ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ എക്സിബിഷൻ കൊണ്ടുവയ്ക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവരുടെ തന്നെ ഷോപ്പ് വേറെ ഉണ്ട്, അതിൻ്റെ അഡ്രസ്സൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഷോപ്പിലൊന്ന് പോയി നോക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്തൊന്നല്ല കേട്ടോ, കുറച്ച് ദൂരെയാണ്. വഴിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ നോക്കാമെന്ന് മാത്രം വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല രസമല്ലേ ഗാർഡനിലൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കുത്തി നിറച്ച് വെക്കാനായിട്ട്, എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ബാൽക്കണിയിലൊക്കെ വെക്കാനായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ നിലത്തൊക്കെ വീണ പൊട്ടും കേട്ടോ. ഇവിടെയും കുറേ പേഴ്സൊക്കെ ഞാൻ തപ്പി. ഞാൻ വൈറ്റ് കളറുള്ള ബാഗും തപ്പിയായിരുന്നു, അതൊന്നും കിട്ടിയില്ല. എന്താ എനിക്ക് ഇന്ന് വാങ്ങാൻ യോഗമില്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു. ആകെ കിട്ടിയത് നമ്മുടെ ഹോം സെൻറ്ററിലത്തെ ആ ചായയും കാപ്പിയും ഒക്കെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഷുഗറൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രം മാത്രമാണ് ഇന്ന് കിട്ടിയത് കേട്ടോ. വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ല. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വിചാരിച്ചതൊന്നും നടക്കില്ല. നല്ല നല്ല സാരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനൊന്നും സാരി ഒന്നും അത്ര അങ്ങോട്ട് ഉപയോഗമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാൻ അത്രയധികം ഉപയോഗിക്കാറില്ല. അങ്ങനെ സിനിമയുടെ സമയപ്പോൾ ഞങ്ങൾ വേഗം തിയേറ്ററിനകത്തേക്ക് കയറി. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു, PVRൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് എക്സിബിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു 5 മിനിറ്റ് മുന്നെയാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. നുണക്കുഴി എന്ന് പറയുന്ന ഒരു സിനിമ കാണാനാണ് കയറിയത്. വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി.